അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവുമായിട്ടുള്ള സ്വലാത്ത് 25 മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള ഫിലത്ത് 24 മണിക്കൂറാണ്. അതാണ് നിങ്ങളും ഞങ്ങളുടെയും സലാത്തിന്റെ വ്യത്യാസം. നമ്മുടെ തിന്മകൾ വിട്ട് സത്യത്തിലേക്ക് നമ്മൾ പോകാൻ തയ്യാറല്ല. നമ്മളെ ഇരുട്ടുകളെ വിട്ട് നൂറിലേക്ക് പോകാൻ തയ്യാറല്ല. അതാണ് ഇന്നീ മുഹാജിറുൻ ഇലല്ലാഹ് എന്ന് ലൂത്ത് പറഞ്ഞത്. ലൂത്തിന്റെ തലത്തിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല. അതാണ് ഇന്നീ മുഹാജിറുൻ ഇലല്ലാഹ്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? വൈദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ. ഈ മനുഷ്യകുലത്തെ മുഴുവൻ ഒരു ഏകത്വത്തിന്റെ, ഒരു സത്യത്തിന്റെ ഏക അറിവിലേക്ക്, ആ അറിവ് സ്വീകരിക്കുകയും അത് കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് സാധ്യമല്ല. അതാണ് തആമും വാഹിദ്, നഫ്സും വാഹിദ്, അള്ളാഹു വാഹിദ്, ഇലാഹും വാഹിദ്. അല്ലാതെ ഒരു ഇലാഹേ ഉള്ളൂ, ബാക്കിയുള്ള ഇലാഹൊന്നുമില്ല എന്നല്ല. ഇവിടുത്തെ ശ്രീരാമനോ ഗുരുവായൂരപ്പനോ മറിയം ബീവിയോ ഇവരൊന്നും ഇലാഹോ ഇവരെ ഈ ഇതൊന്നും അല്ല. അള്ളാന്ന് പറയുന്ന ഒരു ഇലാഹ്, ആ അള്ളാഹ്ക്ക് മാത്രം നിസ്കരിച്ചാൽ മതി, ആ അള്ളാഹ്ക്ക് മാത്രം നോമ്പ് വെച്ചാൽ മതി, ആ അള്ളാഹിനോട് മാത്രം ദ്വാരണം മതി എന്നില്ല. അങ്ങനത്തെ ഒരു ഇലാഹിനെയാണ് ഇവര് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആകാശത്ത് എവിടെയോ. ഇതിനൊന്നും നിസ്കരിക്കണ്ട, ഇതിനൊന്നും പട്ടിണി കിടക്കണ്ട, ഇതിനൊന്നും നോമ്പ് നോക്കണ്ട, ഇതൊക്കെ അയാൾക്ക് ചെയ്താൽ മതി എന്നാണ്. ഇവിടേക്കാണ് ഇവർ എത്തിച്ചത് നമ്മളില്. പക്ഷേ ഇതൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇലാഹും വാഹിദാണ്, അള്ളാഹു വാഹിദാണ്, തആമും വാഹിദാണ്, നഫ്സ് വാഹിദാണെന്ന് പറഞ്ഞാൽ സത്യത്തിന്റെയും അറിവിന്റെയും എല്ലാത്തിന്റെയും ഉറവിടം ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഏകത്വത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. അതാണ് അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സത്യം തരുന്ന പല സോഴ്സുകളും നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അതൊന്നും ആത്യന്തികമായ സത്യം തരുന്നതല്ല. ശംസ് തരും, കമറ് തരും, കൗക്കബ് തരും, ഇതൊക്കെ നിങ്ങളുടെ റബ്ബാകാം. പക്ഷേ ഇതൊന്നുമല്ല ആത്യന്തികമായ സത്യം. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അതാണ് ആ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ബോധമാണ് ആത്യന്തികമായ സത്യം. അതിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ശംസ് ചിലപ്പോൾ ഒരു സത്യം തന്നേക്കാം, നമ്മുടെ ഉള്ളിലൊരു കമറ് സത്യം തന്നേക്കാം. അതാണ് ഇബ്രാഹിമിന്റെ ചിന്ത. അതാണ് സൂര്യനെ കണ്ടപ്പോൾ, ചന്ദ്രനെ കണ്ടപ്പോൾ, കൗക്കബിനെ കണ്ടപ്പോൾ ഹാദാ റബ്ബി ഹാദാ റബ്ബി ഹാദാ റബ്ബി എന്നൊക്കെ പറഞ്ഞതാണ്. ആ സത്യമൊക്കെ അഫല, ചിലപ്പോൾ അത് മറഞ്ഞേക്കാം, അത് അസ്തമിച്ചേക്കാം. പക്ഷെ അസ്തമിക്കാത്ത ഏകമായ ഒരു സത്യമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ബോധം. ആ പ്രപഞ്ചത്തിന്റെ ബോധത്തിലേക്ക് മനുഷ്യൻ വരലാണ്. അതാണ് തആമും വാഹിദ്, അതാണ് നഫ്സും വാഹിദ്, അതാണ് ഇലാഹും വാഹിദ്, അതാണ് വാഹിദുൽ ഖഹാർ. അതാണ് അതിനെ അന്വേഷിച്ച് കണ്ടെത്താനും അതിനെ സ്വീകരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമല്ല. അതാണല്ലോ നസ്ബിറ അലാ തആമിൻ വാഹിദ്. അല്ലാതെ ഈ മണ്ണും സൽവിയും മാത്രം തിന്നിട്ട് ഞങ്ങൾക്ക് ഈ ബിരിയാണി നെയ്ച്ചോറുകൊണ്ട് മാത്രം കഴിച്ചു കൂട്ടാൻ വയ്യ. കുറച്ച് കക്കരിയും വെള്ളരിയും പിന്നെ പച്ചക്കറിയും ചീരയും ഉള്ളിയും ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് കൊണ്ടു. അപ്പൊ നിങ്ങൾ ഈജിപ്തിലേക്ക് പോയിക്കോളി, അവിടെ ഉണ്ടത്. എന്നിട്ട് ഏറ്റവും നല്ല ഭക്ഷണത്തിന് പകരം ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വെള്ളരിയും കക്കരിയൊക്കെ മോശപ്പെട്ട ഭക്ഷണം. വെള്ളരി മോശം, കക്കരി മോശം, ഉള്ളി മോശം. ആ തസ്തബ്ദിലൂന ബില്ലദി ഹുവ അദ്നാ തസ്തബ്ദിലൂനല്ലദി ഹുവ അദ്നാ ബില്ലദി ഹുവ ഖൈർ. അതൊക്കെ നല്ല കാടപ്പക്ഷിയും കട്ടിത്തേനും തന്നു നിങ്ങൾക്ക്. എന്നിട്ട് ആ ഹൈറായ ഭക്ഷണത്തിന് പകരം വെള്ളരിയും കക്കരിയും പയറും വെണ്ടിയും ചീരയും ഇതൊക്കെ മോശം, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണോ നിങ്ങൾ ചോദിക്കുന്നത്? എവിടെ മോശം? എന്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമൊക്കെ പാടെ അരിച്ചു കഴിക്കണേലും നല്ലത്. ഈ കാടപ്പക്ഷികളെങ്ങനെ തിന്നിട്ട് കൊളസ്ട്രോൾ അരിച്ചു കഴിക്കണേലും നല്ലത് കുറച്ച് ചീരയും പയറും വെണ്ടക്കയും ഒക്കെ തിന്നാണ്. അത് എവിടുന്ന് കിട്ടിയെന്നോ ഈ അർത്ഥം. പൊതുവിലെന്നാ റബ്ബക്ക. അപ്പോഴും നോക്കി നിങ്ങൾ ഓലിക്ക് ചിന്തിക്കാൻ വയ്യ. നീ നിന്റെ റബ്ബിനോട് ചോദിക്കണം. ഇവരുടെ റബ്ബ് പ്രവർത്തിക്കാൻ തയ്യാറല്ലേ? ഇതാണ് അവിടുത്തെ ചോദ്യത്തിന്റെ പ്രശ്നം. അതാണ് തകരാറ്. അതാണ് നീ നിന്റെ റബ്ബിനോട് ചോദിക്കണം. നിന്റെ ബോധത്തോട്, നിന്റെ ബോധതലത്തോട് നീ ചോദിക്ക്. യുഹരിദിലന, ഞങ്ങൾക്ക് പുറത്തെടുത്ത് തരട്ടെ. നിമ്മ തുമ്പിത്തില്ലല്ലോ, അറിവിന്റെ ഭൂമികയിൽ നിന്ന് മുളപ്പിക്കുന്നത്.